നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പ്രപഞ്ചം മായയാണെന്നും അല്ല അത് ബ്രഹ്മത്തിന്റെ തന്നെ ഭാഗമാണെന്നും രണ്ട് ഭിന്ന വാദഗതികളുണ്ട്. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് വിശകലനം ചെയ്യാൻ ജീവിതം മുഴുവൻ ചെലവഴിക്കേണ്ടി വരും. ശാസ്ത്രത്തിന്റെ പരിധികൾക്കപ്പുറമുള്ള തലത്തിലാണ് ഇത്തരം വിഷയങ്ങൾ നിലകൊള്ളുന്നത്. ആയതിനാൽ വിവിധ ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് അതിൽ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് സ്വീകരിക്കുക. മോക്ഷവും സാക്ഷാത്കാരവും ഒക്കെ പിന്നാലെ വന്നുകൊള്ളും. എന്തിനേയും ആവാഹിക്കാൻ അഗ്നിക്ക് കഴിവുണ്ട്. ഈശ്വര വിഗ്രഹത്തെ ഒഴിഞ്ഞ് ആവാഹിച്ചെടുക്കുന്ന ഊർജമാണ് ദീപത്തിലൂടെ ഭക്തരുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. ഈ ഊർജമാണ് നാം ഇരു കൈകൾ കൊണ്ടും സ്വീകരിക്കുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഹരിഹരനന്ദനം ശബരീശം സുരവരവന്ദിതം ശബരീശം പരജനപൂജിതം ശബരീശം. പെരുമ്പാവൂർ നഗരത്തിന് സദാ പകർന്നു നൽകുന്ന അദ്വൈത മന്ത്രം പോലെ തന്നെയാണ് നഗരത്തിനോട് ചേർന്ന് പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ശബരീശം സുരവരവന്ദിതം ശബരീശം പരജനപൂജിതം ശബരീശം. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്റെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കലിയുഗവരദന്റെ ദിവ്യശക്തിയാൽ ചൈതന്യം നിറഞ്ഞതാകുമ്പോൾ തിരക്കുകളിൽ നിന്ന് ഓടിയണഞ്ഞ് ശാസ്താവിന് മുന്നിൽ സ്വയം സമർപ്പിച്ചു നിൽക്കുന്ന ഭക്തനെ സർവ്വതിനും ശരണമായി നിലകൊള്ളുന്നു ഈ ക്ഷേത്രം. ത്രികാലജ്ഞാനികളായ മഹാഗുരുക്കന്മാരുടെ കൃത്യമായ കണക്കുകൂട്ടലുകൾ കൊണ്ട് തന്നെയാവണം കാലപ്രവാഹത്തിന്റെ പരിണാമ പ്രക്രിയയിൽ രൂപാന്തരപ്പെട്ട ഈ നഗരത്തിന് ഇങ്ങനെയൊരു ക്ഷേത്രം സമർപ്പിക്കപ്പെട്ടത്. മണികണ്ഠബന്ധുരം ശബരീശം യുഗാന്തരങ്ങളോളം നിലനിൽക്കുന്ന അദ്വൈത സംസ്കാരത്തിന്റെ തുടർച്ച തന്നെയാണ് ഓരോ ഭൂമിശാസ്ത്രത്തിനും അനുയോജ്യമായി നിലകൊള്ളുന്ന എല്ലാ ക്ഷേത്ര സമുച്ചയങ്ങളും. പൊന്നീലാവൃതം ശബരീശം ചിന്മുദ്രാങ്കിതം ശബരീശം പൊന്നീലാവൃതം. ക്ഷേത്ര മതിലുകൾക്ക് മുന്നിലെ വാതിലുകൾ കടന്ന് ക്ഷേത്ര ഗോപുരത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച തന്നെ തത്വമസി എന്നാണ്. ഭൂദേശം ഭജ ശബരീശം ലോകേശം ഭജ ശബരീശം അമരേശം ഭജ. ഏതൊന്നിനെയാണോ നാം തേടിയെത്തുന്നത് അത് നീ തന്നെയാണ് എന്നതാണ് തത്വമസി. എല്ലാം നിലനിൽക്കുന്നത് ഈശ്വര ചൈതന്യത്തിൽ തന്നെയാണ്. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സർവപ്രപഞ്ചങ്ങളും ബ്രഹ്മമയങ്ങൾ തന്നെ. അതുകൊണ്ട് തന്നെ മനുഷ്യനിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് ഈശ്വരേച്ഛയ്ക്ക് വിധേയമായി കർമ്മജീവിതം നയിക്കുക എന്നത് തന്നെയാണല്ലോ ഓരോ ക്ഷേത്ര ദർശനങ്ങളും ലളിതമായി നമ്മെ പഠിപ്പിക്കുന്നത്.
ആധിവിനാശകം ശബരീശം ഭൂതിവിധായകം ശബരീശം കാരുണ്യശ്രീലകം ശബരീശം കലിയുഗകൽപകം ശബരീശം കാരുണ്യശ്രീലകം ശബരീശം കലിയുഗകൽപകം. ക്ഷേത്രത്തിന് മുന്നിൽ ദീപക്കാഴ്ചകൾ സമർപ്പിച്ചാണ് മിക്ക ഭക്തരും ശ്രീകോവിലിനുള്ളിലേക്ക് കയറുന്നത്. ആധികളും വ്യാധികളും നിറഞ്ഞ മനസ്സാകുന്ന എണ്ണയിൽ കുതിർന്ന തിരിയിലേക്ക് അഗ്നി പകരുമ്പോൾ ഭക്തന്റെ മനസ്സിൽ ശാന്തിയുടെ പ്രകാശം പരക്കുകയായി. തൊഴുകൈകളുമായി ശ്രീകോവിലിനുള്ളിലേക്ക് പോകുന്ന ഭക്തരുടെ അന്തരാത്മാവിൽ നിറയുന്നതും ഈശ്വര ചൈതന്യത്തിന്റെ ദിവ്യപ്രകാശം തന്നെയാണ്. ശബരീശം പരിജനപാലകം ശബരീശം ഭജ ശബരീശം ഭൂദേശം ഭജ ശബരീശം ലോകേശം ഭജ ശബരീശം അമരേശം ഭജ ശബരീശം അഖിലേശം ഭജ ശബരീശം ഭൂദേശം. പുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ബലിക്കൽ മാതൃക കാണുമ്പോൾ തന്നെ അറിയാം ക്ഷേത്രത്തിന് നൂറുകണക്കിന് വർഷത്തെ ചരിത്രം പറയാനുണ്ടെന്ന്. അകത്തെ ശ്രീകോവിലും മറ്റും പൗരാണിക കാലം മുതലുള്ള ക്ഷേത്ര സങ്കല്പങ്ങളുടെ ശില്പചാതുര്യം നിലനിർത്തി തന്നെയാണ് കാലാന്തരങ്ങളിൽ ഏതെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പാ നദി തൻ തിരുക്കരയിൽ അമരും വിശ്വവിനായകനെ വരമരുളു വിഘ്നവിനാശകനെ. ശ്രീകോവിലിനടുത്തായി പ്രധാന ഉപദൈവമായി ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പമ്പാ നദി തൻ തിരുക്കരയിൽ അമരും വിശ്വവിനായകനെ വരമരുളു വിഘ്നവിനാശകനെ. ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പ. ശ്രീകോവിലിന് ചുറ്റുമുള്ള അഷ്ടദിക് പാലകന്മാർക്കിടയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശിവലിംഗ രൂപത്തിൽ നിർമാല്യധാരി ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. ശബരിമല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രമാണ് പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. മണ്ഡലകാലത്ത് ഇരുമുടിക്കെട്ട് നിറയ്ക്കാനും മറ്റു പൂജാതി കർമ്മങ്ങൾക്കുമായും ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവിടുത്തെ തൃക്കര പത്മങ്ങളിൽ ദേവ അഭയവും വരദവുമല്ലോ. അതുപോലെ തന്നെ വിദേശത്തുള്ള ഭക്തജനങ്ങൾക്ക് നേരിട്ട് വന്ന് കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് യാത്ര തിരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിക്കൊടുക്കുന്നു. ശബരിമല കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായതുകൊണ്ടാകാം കയ്യിൽ താമരപ്പൂവുമായി അർദ്ധപത്മാസനത്തിൽ ബാലരൂപത്തിലിരിക്കുന്ന ശാസ്താവിനെ കാണുവാനും തൊഴുതു പുണ്യം നേടുവാനുമായി പെരുമ്പാവൂർ നിവാസികൾ മാത്രമല്ല, ഈ നഗരഹൃദയം സ്പർശിക്കുന്ന ഓരോ ഭക്തനും ഇവിടെ എത്തി ദീപക്കാഴ്ചകൾ നടത്തി ഭഗവാന് മുന്നിൽ സർവ്വ ദുഃഖങ്ങളും സമർപ്പിച്ച് ആത്മാവിനെ ആനന്ദഭരിതമാക്കുന്നത്. ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പാ നദി തൻ തിരുക്കര. ഇവിടെ ശാസ്താവിന് മുന്നിൽ ഭാഷയോ ദേശമോ വ്യത്യാസമില്ലാതെ സർവരും ഭക്തരാണ്. സായാഹ്നമായി സന്ധ്യാദീപങ്ങൾ കണ്ടു തൊഴുത് പുണ്യം നേടാനായി ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ വന്നു തുടങ്ങി. ചുറ്റുവിളക്കുകളിൽ ദീപങ്ങൾ തെളിഞ്ഞു. ത്രിസന്ധിയിൽ വിളക്കുകൾ തെളിഞ്ഞു നിന്ന ക്ഷേത്രം പൂജാതി കർമ്മങ്ങളുടെ ധന്യതയിലേക്ക് കടക്കുകയായി. അവിടുത്തെ തുമ്പിക്കൈ തുമ്പിലെ കുംഭത്തിൽ അനഘമാം രത്നങ്ങളല്ലോ.
അവയിൽ നിന്നും ജ്ഞാനമുത്തേകുകില്ലേ, അവികലാനന്ദത്തിൽ ഏറ്റുകില്ലേ. അവയിൽ നിന്നും ജ്ഞാനമുത്തേകുകില്ലേ, അവികലാനന്ദത്തിൽ ഏറ്റുകില്ലേ. ശബരിഗിരിയുടെ താഴ്വരയിൽ ശുഭപമ്പാ നദി തൻ തിരുക്കരയിൽ ദീപാരാധനാ വിളക്കുകൾ ഭഗവാന് മുന്നിലും തെളിയുകയായി. നായകനേ വരമരുളൂ വിഘ്നവിനാശകനേ, ശബരിഗിരിയുടെ താഴ്വരയിൽ ദീപാരാധനയും അത്താഴ പൂജയും കഴിഞ്ഞ് നടയടയ്ക്കുമ്പോൾ ഹരിവരാസനം പാടുക എന്നത് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം. ഹരിവരാസനത്തിന്റെ താളത്തിൽ ക്ഷേത്ര പരിസരവും ഭക്തജനങ്ങളും ലയിച്ചു നിൽക്കുന്ന നിമിഷങ്ങൾ അനിർവചനീയമാണ്. നടയടയ്ക്കുമ്പോൾ ധ്യാന നിർവൃതിയിൽ അലിഞ്ഞു ചേർന്ന മനസ്സുകൾ ആർദ്രമാകുമ്പോൾ ഇവിടെ ധർമ്മശാസ്താവ് നമ്മുടെ ആത്മബോധത്തെ സത്യത്തെയും ധർമ്മത്തെയും കൊണ്ട് ശുദ്ധീകരിച്ച് കർമ്മോന്മുഖതയിലേക്ക് വഴിതിരിക്കുന്നു. പെരുമ്പാവൂർ ശ്രീ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. മനസ്സിൽ സ്നേഹം നിറച്ചുകൊണ്ടേയിരിക്കുക. മനസ്സാകുന്ന വിളക്ക് മങ്ങാതെ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഊഷ്മളത നമ്മുടെ ശരീരത്തിനും അതിൻ്റെ പ്രകാശം നമ്മുടെ കണ്ണുകൾക്കും കരുത്തു പകരട്ടെ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.